നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അഥവാ സീഡിറ്റിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. SSLC അതുപോലെ തന്നെ ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓൺലൈനായി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് സീഡിറ്റ് അഥവാ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാം, ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലത്തെ ടാബിലായിട്ട് ഇവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഭാഗം കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക. നമുക്കിവിടെ കാണാം നിരവധി നോട്ടിഫിക്കേഷൻസ് ഈ ഒരു പേജിൽ നമുക്കിവിടെ കാണാം. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. നമുക്കിവിടെ കാണാം ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 27/2/2021 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സീഡിറ്റ് ഇൻവൈറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫോർ ഡിസ്ട്രിക്ട് വൈസ് എംപാനൽമെന്റ് ആസ് പ്രൊജക്ട് സൂപ്പർവൈസേഴ്സ്, സ്കാനിംഗ് അസിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഓർ PDF എഡിറ്റിംഗ് സ്റ്റാഫ് ഇൻ ഡിജിറ്റൈസേഷൻ പ്രോജക്ട്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതായത് സീഡിറ്റിന്റെ ഡിജിറ്റൈസേഷൻ പ്രോജക്ട്സിലേക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ആളുകളെ ആവശ്യം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ പറയുന്ന ലിങ്ക് എന്ന ഭാഗത്ത് അവിടെ നൽകിയിട്ട് ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രസ് റിലീസ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അഥവാ സീഡിറ്റ് പുറത്തിറക്കിയ ഒരു പ്രസ് റിലീസാണ്. 18/2/2021 ഫെബ്രുവരി 18-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട് സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സീഡിറ്റ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റുകളുടെ വിവിധ ജോലികൾ നിർവഹിക്കുന്നതിനേക്കായി നിശ്ചിത യോഗ്യതയുള്ളവരെ ജില്ലാ അടിസ്ഥാനത്തിൽ തികച്ചും താൽക്കാലികമായി പരിഗണിക്കുന്നതിനായുള്ള പാനൽ തയ്യാറാക്കുന്നത്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്ഥിരം ജോലിയല്ല, ഇതൊരു താൽക്കാലിക ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിക്കുക. വിശദ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നതുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പോസ്റ്റ് നമുക്കിവിടെ കാണാം, പ്രൊജക്ട് സൂപ്പർവൈസർ എന്നാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ മുകളിൽ നൽകിയിട്ടുണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജില്ലാ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങളെ നിയമിക്കുക എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ എന്തായാലും ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. പ്രൊജക്ട് സൂപ്പർവൈസറാണ് ആദ്യത്തെ ഒരു പോസ്റ്റ്. യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം അതല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള സുഹൃത്തുക്കൾക്ക് പ്രൊജക്ട് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ പ്രവൃത്തി പരിചയം കൂടി ആവശ്യപ്പെടേണ്ട. ഏതെങ്കിലും IT പ്രൊജക്റ്റിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മാത്രമല്ല പകൽ രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്കാണ് മുൻഗണന നൽകുക. പ്രതിഫലം ഷിഫ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി പിന്നീടായിരിക്കും അറിയിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പോസ്റ്റ് സ്കാനിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. യോഗ്യത പ്രത്യേകം ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധവും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ള 10ാം ക്ലാസ് പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടില്ല. പകൽ രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന എന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രതിഫലം ഇവിടെ നൽകിയിട്ടുണ്ട്. പൂർത്തീകരിക്കുന്ന ജോലിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുക എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പോസ്റ്റ് ഇമേജ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. യോഗ്യത SSLC ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണെന്നും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടിയ കമ്പ്യൂട്ടർ സ്വന്തമായി ഉണ്ടായിരിക്കണം എന്നുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമേജ് എഡിറ്റേഴ്സ് പോസ്റ്റിനാണ് ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഫലം റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് പൂർത്തീകരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസൃതമായിരിക്കും. അതായത് നിങ്ങളുടെ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അതൊരു കോൺട്രാക്ട് റേറ്റ് നിശ്ചയിച്ചിരിക്കുകയും അത് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ 3 ഒഴിവുകളാണുള്ളത്. ഇതിൽ സ്കാനിംഗ് അസിസ്റ്റന്റ്, ഇമേജ് എഡിറ്റേഴ്സ് തുടങ്ങിയുള്ള പോസ്റ്റുകളിലേക്ക് SSLCയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ആവശ്യം. അതിൽ ഇമേജ് എഡിറ്റേഴ്സ് പോസ്റ്റിലേക്ക് മാത്രം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടിയ കമ്പ്യൂട്ടർ സ്വന്തമായി ഉണ്ടായിരിക്കണം എന്ന് നൽകിയിട്ടുണ്ട്. പ്രൊജക്ട് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഏതെങ്കിലും ഒരു IT പ്രോജക്റ്റിൽ കുറഞ്ഞ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്കാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രൊജക്ട് സൂപ്പർവൈസർ അതുപോലെ സ്കാനിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പകൽ രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്കാണ് മുൻഗണന നൽകുക എന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നൽകിയിരിക്കുന്നത്. താഴെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സീഡിറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ seedit.org-ൽ 2021 ഫെബ്രുവരി 27-ന് 5 മണിക്ക് മുൻപായി ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡും ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് ഏത് വഴിയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നേരത്തെ നമ്മളിവിടെ നോട്ടിഫിക്കേഷൻ എന്ന പേജ് കണ്ടിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന പേജിൽ നമുക്കിവിടെ കാണാം അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക.
നമുക്കിവിടെ കാണാം, ഇവിടെ സൈൻ ഇൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ചോദിച്ച് നിങ്ങളെ സൈൻ ഇൻ ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആൾറെഡി രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഇവിടെ സൈൻ അപ്പ് എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു സൈൻ അപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ പേര്, 10th സർട്ടിഫിക്കറ്റിലുള്ള അതുപോലെ പേര് നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, ജെൻഡർ സെലക്ട് ചെയ്ത് നൽകുക, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡി, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. കൺഫേം പാസ്വേഡ് നൽകിയതിന് ശേഷം ഈ ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ കഴിയും, രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ admin@careers.cedit.org എന്ന് പറയുന്നൊരു മെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്കൊരു ആക്ടിവേഷൻ ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നൽകിയ പാസ്വേഡ് നിങ്ങൾക്കിവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ പാസ്വേഡും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ മറ്റുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനായിട്ട് ഈ പറയുന്ന ഈ ഭാഗത്ത് സൈൻ അപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു പേജിന്റെ ലിങ്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഈ ഒരു സീഡിന്റെ കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം. വേണമെങ്കിൽ ഈ ഒരു സീഡിറ്റ് എന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇവിടെ ഒന്നും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, താൽക്കാലിക ഒഴിവുകളാണ്. അതിൽ പ്രൊജക്ട് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് സുഹൃത്തുക്കൾ അപേക്ഷിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു IT പ്രൊജക്റ്റിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതിൽ പറയുന്ന സ്കാനിംഗ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഇമേജ് എഡിറ്റേഴ്സ് പോസ്റ്റിലേക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെട്ടില്ല. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മാത്രമല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഇമേജ് എഡിറ്റേഴ്സ് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. അതോടൊപ്പം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടിയ ഒരു കമ്പ്യൂട്ടർ സ്വന്തമായി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഫലം നിങ്ങളുടെ വർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എന്തായാലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഫെബ്രുവരി 27-ന് മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഫെബ്രുവരി 27 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഈ ഒരു സീഡിന്റെ ഈ ഒരു പേജിൽ വന്നതിന് ശേഷം സൈൻ അപ്പ് ചെയ്യുക, അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക, എന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും 10ാം ക്ലാസ് യോഗ്യതകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല 1 വർഷം ഒരു IT പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.